ഈ യോഗേന്ദ്ര യാദവ് 2 ദിവസം മുമ്പ് ഒരു പരിപാടിയിൽ ഒരു വയറിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണമെങ്കിൽ അത് പാർലമെൻറ്റിൽ മാത്രം പോരാ, അത് പുറത്തിറങ്ങണം, അതായത് തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭം നടത്തണമെന്നൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കുറച്ച് ബുദ്ധിജീവികളും ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന കുറേ പിന്നെ ബുദ്ധിജീവികളുടെയും മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘമുണ്ട്. അവരാണ് ഇതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ഒരുതരം PR വർക്ക് പോലെയാണ്. അത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ PR വർക്കുകൾ നടത്തുന്നവരുടെ കൂട്ടത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരാൾ നമ്മൾ ആക്ഷേപിച്ച് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ മോദി 3ാമത് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് വല്ലാത്ത അരാജകത്വം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് കാശ്മീരിലും അതുപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന സമരങ്ങളും ഒക്കെ കാണുന്നത്. എന്താണ് ഈ യോഗേന്ദ്ര യാദവിൻ്റെ പോളിലൂടെ ഇതൊരു ആഹ്വാനമാണ്, ഇതൊരു കലാപ ആഹ്വാനത്തിന് ആയിട്ട് നമുക്ക് തന്നെ കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, യോഗേന്ദ്ര യാദവിന് മുന്നേ വേറെ ആരെങ്കിലും ഇത് പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഇത് സമയം കുറച്ചുകൂടി ഡിലേ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം 2024 ഇലക്ഷന് മോദിക്ക് 400 സീറ്റോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിലോ ആ സ്പോട്ടിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുമായിരുന്നു, പ്രതിപക്ഷ പാർട്ടികൾ കലാപാഹ്വാനം ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു തെളിവാണ് രാഹുൽ ഗാന്ധി പലപ്പോഴായിട്ട് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായി എന്ന് പറയുന്നത്. ഇത് ഈ ഒരു പാറ്റേണിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ CAA സമരം നടക്കുന്ന സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകങ്ങളൊന്നും ആസാദിയായിരുന്നു. ആസാദി മുദ്രാവാക്യമായിരുന്നു അന്നും ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ മുഴയും കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കർഷക സമരം വന്നപ്പോഴും ആസാദി കിട്ടിയിട്ടുണ്ടായിരുന്നു. കർഷക സമരം നമുക്കറിയാം, 1.5 വർഷം നീണ്ടുന്ന സമരത്തിനിടയിൽ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക മാറ്റി ആ കർഷക സമരത്തിൻ്റെ നേതാക്കളിൽ ഒരാളാണ് ഈ യോഗേന്ദ്ര യാദവ്. രാകേഷ് ടിക്കായത്തിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ സംഘടനയെ നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാളായിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന യോഗേന്ദ്ര യാദവ്. അതായത് പിന്നീട് ഫാർമേഴ്സ് യൂണിയനൊക്കെ സസ്പെൻഡ് ചെയ്തു, മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ആ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിൻ്റെ നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഈ ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് പാർലമെൻറ്റിൽ ഇപ്പോൾ സവിശേഷമായ അംഗസംഖ്യയുണ്ട്, നമുക്കൊരു പ്രതിപക്ഷത്തിൻ്റെ വോയിസ്, പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. പക്ഷെ അത് തെരുവിലും കൂടി എത്തണം. തെരുവിലും കൂടി എത്തിയാലേ നമുക്ക് അതിനെ കുറേ കൂടി ഒന്ന് ശക്തിപ്പെടുത്താൻ കഴിയുന്നത്. ഇത് പച്ചയായിട്ടുള്ള കലാപാഹ്വാനം തന്നെയാണ്. കാരണം തെരുവിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, നിയമത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ആദ്യം അദ്ദേഹം അംഗീകരിക്കേണ്ടത് ജനാധിപത്യം തിരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ അംഗീകരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അത് ചെയ്യാതെ അദ്ദേഹം ഇത് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള രീതിയിൽ അത് കാണണം. അത് ദേശീയവാദികളുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ സ്ട്രീം മീഡിയയ്ക്ക് ഇത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. മലയാളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. അവരെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും സ്വാഭാവികമായിട്ടും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ഇതെല്ലാം ആത്യന്തികമായിട്ട് BJPക്ക് നേട്ടമാകും എന്നുള്ള രീതിയിൽ അവരെടുക്കില്ല. പക്ഷേ ഇനി നാളെ ഇതിൻ്റെ റിറ്റാലിയേഷൻ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ യോഗേന്ദ്ര യാദവിന് ഇതിനെതിരെ എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അന്വേഷണമൊക്കെ നടക്കുമ്പോഴത്തേക്കും പാസസോ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ല, അത് മാത്രമല്ല, ഇത് പിന്നെ യോഗേന്ദ്ര യാദവ് നമുക്കൊരു പ്രതീകം, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് മാത്രം, അയാളുടെ ഒരാളുടെ ഒരു ഇതായിട്ടല്ല ഉണ്ട്. ഇപ്പം നമുക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെയും ഒരു വിത്തുമാകുന്നതും എല്ലാത്തിൻ്റെയും ഒരു വിളനിലമായി മാറിയിരിക്കുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ എന്ന് തന്നെ പറയേണ്ടിയുണ്ട്. ഒരു വിളനിലമായിരിക്കുന്ന കേരളം തന്നെയാണ്. ഈ ഹമാസ് വിഷയം വന്നപ്പോൾ മലപ്പുറത്ത്, ഇതെല്ലാം മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നത്. മലപ്പുറത്ത് ഒരു സോളിഡാരിറ്റി എന്നുള്ള സംഘടനയുണ്ട്. അതായത് അറിയാമല്ലോ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംഘടനയാണ്. ആ സംഘടന, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ സോളിഡാരിറ്റി എന്ന് പറയുന്നത്, അവർ യുവാക്കളുടെ ഒരു പിന്നെ ഈ പാലസ്തീൻ അനുകൂല, അത് സയനിസ്റ്റ് ഹിന്ദുത്വ കൂട്ടുകെട്ടിനെതിരെ എന്നുള്ളൊരു പരിപാടിയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ഹമാസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഖാലിദ് മിഖ് അൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. തെരുവിലിറങ്ങണം, ഹമാസിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാജ്യത്തെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു നേതാവ് അയാളുടെ വീഡിയോ കോൺഫറൻസിലൂടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അത്രമാത്രം സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൻ്റെ ഈ ഭാരതത്തിലെ ജനാധിപത്യത്തിലുണ്ട് എന്നാണ്.
ആ ജനാധിപത്യത്തിനെതിരായിട്ടാണ് പിന്നെ തെരുവിലിറങ്ങി പടപൊരുതണമെന്ന് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, ഒരു പരിധിവരെ ആ ജനാധിപത്യം തന്നെയാണ് നമ്മുടെ ശക്തിയും, ഒരു പരിധിവരെ ആ ജനാധിപത്യം തന്നെയാണ് നമ്മുടെ കുറ്റവും. കാരണം ഒരു വ്യക്തിക്ക് ഒരു ദൗർബല്യം, അതെ, ഒരു ദൗർബല്യം ശരിയായിട്ടുള്ള വാക്ക് ദൗർബല്യം. കാരണം പുറത്തു നിന്ന് രാജ്യത്തു നിന്നുള്ള ഒരാൾക്ക് ഭാരതത്തിനകത്ത് കലാപാഹ്വാനം നടത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു തെറ്റുകുറ്റങ്ങളാണ്. അതിന് നമ്മുടെ മാധ്യമങ്ങളുടെ സർവ്വ പിന്തുണയും കൂടെ കിട്ടുന്നു. അതായത് ഈ 4-ാം തൂണെന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളുടെ സർവ്വ പിന്തുണ അതിന് കിട്ടുന്നു. ഒരു പുറത്തുള്ള ഒരു വലിയൊരു, അതും ലോകത്ത് വല്ലാത്തൊരു വിഷയം നടക്കുന്ന ഹമാസ് എന്നുള്ള വലിയ ചർച്ചയും വലിയ നടക്കുന്ന, പക്ഷേ തീവ്രവാദികളെന്ന് കേരളത്തിലെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ, KK ശൈലജ ഉൾപ്പെടെയുള്ളവർ തീവ്രവാദികളെന്ന് പറഞ്ഞ് ഹമാസിൻ്റെ നേതാവ് വന്ന് ചെയ്യുന്നു, അല്ലേ? അതാണ് നമ്മൾ ഈ പറഞ്ഞ നമ്മളെ ജനാധിപത്യത്തിൻ്റെ. പക്ഷെ മാധ്യമങ്ങൾക്ക് ഹമാസ് പോരാളികളായിരിക്കും. അപ്പോൾ അതിനുശേഷം ഇവരുടെ എല്ലാ ഒരു പാറ്റേൺ സെയിമാണ്. കാരണം ഇവർ പ്രതീക്ഷിക്കുന്ന മോദി താഴെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മറ്റാരെങ്കിലും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കുറച്ചുകൂടി ഒരു ഫ്രീ ഹാൻഡ് കിട്ടും എന്നവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അതാണ് യോഗേന്ദ്ര യാദവ് ഒരു സിവിൽ വാറിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നതും, ഇതുപോലെ ഹമാസിൻ്റെ നേതാവ് സിവിൽ വാറിന് ആഹ്വാനം ചെയ്യുന്നതും. അതുപോലെ പാകിസ്ഥാനിൽ നിന്നും ഇതുപോലെ സ്ഥിരമായിട്ടുണ്ടാകാറുണ്ട്. ഇന്ത്യയിലെ ആളുകൾ കുറേ കൂടി മോദിയെ കൗണ്ടർ ചെയ്യണം, തെരുവിലേക്ക് ഇറങ്ങണം എന്നൊക്കെയുള്ള ആഹ്വാനമൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാമ്പത്തികപരമായി ഇന്ത്യ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികപരമായിട്ട് ഇന്ത്യയെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങൾ മാത്രം തളച്ചിടുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് നമ്മൾ തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പുറകിലോട്ടായി പോകും. ഇന്നത്തെ പാകിസ്ഥാൻ എങ്ങനെയാണ്? പാകിസ്ഥാൻ 100,000 പ്രശ്നങ്ങളാണ് അവരുടെ അകത്തെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, സ്ഥലത്തർക്കങ്ങൾ, വെള്ളത്തിൻ്റെ തർക്കം, അധികാര തർക്കം, ഇങ്ങനെയുള്ള പല പല തർക്കങ്ങളായിട്ട് മാറി മാറി തമ്മി തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അങ്ങനെയുള്ള രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു പുരോഗതി ഇല്ലാത്ത രാജ്യത്ത് പെട്ടെന്ന് അട്ടിമറി സാധ്യതകൾ നടക്കും. അട്ടിമറി സാധ്യതകൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഭരണത്തിൽ വരും. അവരുടെ അജണ്ടകളായിരിക്കും, അവരുടെ തീരുമാനങ്ങളായിരിക്കും. പിന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ ജയിലിലടയ്ക്കാം, ഉപദ്രവിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അപ്പോൾ ഈ യോഗേന്ദ്ര യാദവിൻ്റെ പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് യുവാക്കളിലാണ്. യുവാക്കളോടാണ് അദ്ദേഹം ഡയറക്റ്റ്ലി ഇത് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആഹ്വാനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പുതുതായി രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന യുവാക്കളെ പൂർണ്ണമായും ഇത്തരം സമരങ്ങളിലോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലോ ഒക്കെ കെട്ടിയിടുമ്പോൾ ഉണ്ടാകുന്നൊരു ഡാമേജ് ഉണ്ടല്ലോ, അതാണ് ഇവരെല്ലാം കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം കർഷക സമരത്തിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് മോദി മുളയിൽ നുള്ളിക്കളഞ്ഞതുകൊണ്ട് വലിയ രീതിയിലൊന്നും ആ ഡാമേജ് ചെയ്യാൻ പോയില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ ഈ ഒരു മറവിൽ ഇങ്ങനെയുള്ള ആളുകളെ വലിയ രീതിയിലോട്ട് ബൂസ്റ്റപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഇവരൊക്കെ സമൂഹത്തിൽ വലിയ സ്പേസ് ആവുന്നു എന്നുള്ളതും നമുക്ക് ദോഷമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യേണ്ട സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ ആൾക്കാരെ ഇത് പറയാനോ അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യാനോ അനുവദിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കടുത്ത ശിക്ഷകൾ നൽകി ഒരു മാതൃകയായിട്ട് ഇന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെയും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ദൗർബല്യം അവിടെ നിൽക്കുന്നുണ്ട്. വളരെ ലിബറലായിട്ടുള്ള ഒരു ജനാധിപത്യ രീതി ആയതുകൊണ്ട് പ്രതിഷേധിക്കാനും എതിർ ശബ്ദങ്ങൾ പറയാനുള്ള സർവ്വസ്വതന്ത്ര സ്വാതന്ത്ര്യവും കൂടെ ഉള്ള ജനാധിപത്യം ആയതുകൊണ്ട് ഭരണകൂടത്തിനും അതിൻ്റേതായ ചില പരിമിതികളുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമുണ്ട്. സത്യത്തിൽ ഈ കർഷകരെ ഇളക്കി വിട്ട് വലിയൊരു അട്ടിമറിയും കലാപം പോലുള്ളൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ 1.5 വർഷം ശ്രമിച്ചിട്ടും നടക്കാതെ വീണ്ടും ആ ഗവൺമെൻറ്റിന് തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ രാജ്യം ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഒരു വേലിയേറ്റം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയിൽ ഹമാസിൻ്റെ പേരിൽ ഒരു വിഷയം വേണമല്ലോ അവർക്ക്, അതിന് വേണ്ടിയിട്ട്, അല്ലാതെ ഹമാസിനോടുള്ള താല്പര്യവും കൊണ്ടൊന്നും മാത്രമല്ല. അപ്പോൾ അമേരിക്കയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാക്കിയ ആ ഗവൺമെൻറ് ഉണ്ടാക്കിയ തലവേദന അത്ര ചെറുതൊന്നുമല്ല. അതുപോലെ ഇന്ത്യയിലും അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ അത്തരം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ പിന്നെ ഊരിത്തിരിഞ്ഞ് വളർത്തിയെടുത്തുകൊണ്ട് വരിക, അതിനെ ആളിക്കത്തിക്കുക, അതിലൂടെ പ്രശ്ന സങ്കീർണമാകുന്നൊരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക. എന്നിട്ട് ഗവൺമെൻറ്റിന് അത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധ കൊടുപ്പിക്കുക. രാഷ്ട്ര വികസനത്തിനും സാമ്പത്തിക വികസനത്തിനും ഗവൺമെൻറ്റിന് ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ഒരു രീതി പോകുമെന്നാണ് ഞാൻ ഭയക്കുന്നത്. എന്ത് പറയുന്നു? അത് തന്നെയായിരിക്കും അവരുടെ പദ്ധതി. കാരണം ഇപ്പോൾ 2023 കർഷക സമരം തന്നെ ലോജിക്കില്ലാത്ത ആവശ്യങ്ങളുടെ പുറത്തായിരുന്നു. MSP താങ്ങുവില മാൻഡേറ്ററി ആക്കുക, അതുപോലെ തന്നെ അത് നിയമം വഴി പരിരക്ഷിക്കുക എന്നൊക്കെയുള്ള ലോജിക്കില്ലാത്ത കുറേ ആവശ്യങ്ങളുമായിട്ടായിരുന്നു ആ സമരം വലിയ രീതിയിലോട്ട് ആളിക്കത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് ഇതേപോലെ മോദി സർക്കാരിന് കൗണ്ടർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് വലിയ രീതിയിൽ അത്
തട്ടുകേടില്ലാതെ പോയി. പക്ഷേ അതിന് മുമ്പുള്ള കർഷക സമരം ഡാമേജ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെങ്കോട്ടയിലെ ഈ ഒരൊറ്റ പ്രശ്നം തന്നെ ആ സമരം എത്രത്തോളം രാജ്യത്തിന് ഹാനികരമായി എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്, ആ രീതിയിലേക്ക് തന്നെയായിരിക്കും അവർ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെയായിരിക്കും അവർ ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കർഷക സമരം കൂടി കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കട്ടെ. JNU പോലുള്ള സ്ഥാപനങ്ങൾ അവിടെ ഡൽഹിയിലും അല്ലെങ്കിൽ വടക്കേന്ത്യയിലും ഉണ്ട്. കേരളത്തിൽ നല്ല ഈ മലപ്പുറത്തും എറണാകുളത്തും വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പോലും അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാക്കിയെടുക്കാൻ, അവർക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിക്കട്ടെ. നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ഭാരതം ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ ഒന്ന് എന്ത് ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതെ.